നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്ന് നീ ഓർത്തോ, സുന്ദരി വന്ന് ഇവിടെ കിടന്ന് ബഹളം വച്ച ആരും നിന്റെ സൈഡ് പറയുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. നീ സുന്ദരിയോട് വിളിച്ചെങ്കിലും ചോദിച്ചിട്ടാണോ ലക്ഷ്മി നീ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വിളിച്ചു ചോദിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കൊള്ളാം, നീ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഇവനെ ഇവിടെ വെച്ച് കണ്ട സുന്ദരി എങ്ങനെ പ്രതികരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക. ഇതിലിനി ആലോചിക്കാൻ ഒന്നുമില്ല. സുന്ദരി വരട്ടെ, വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഓ, ഈ അമ്മമ്മ എന്താ വിനിതേട്ടാ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നേ? മനഃപൂർവ്വം ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കാണ് പെരുവിരൽ നിന്ന് പെരുത്ത് കേറുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? സുന്ദരി എന്തായാലും വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. അമ്മൂട്ടി, ഇത് കണ്ടോ, മാസ്റ്റർ വന്നു. നല്ല റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇവനെ തനിച്ചവന്റെ വീട്ടിലേക്ക് വിട്ടാ ആരുമില്ലല്ലോ സുന്ദരി നോക്കാൻ. എനിക്ക് അവിടെ ചെന്ന് അങ്ങനെ നിൽക്കാനും പറ്റില്ല. എനിക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. സുന്ദര ചേച്ചി, ഇറങ്ങി പോവാൻ പറയാ അയാളോട്. എനിക്കിഷ്ടമല്ല അയാൾ ഇവിടെ നിൽക്കുന്നേ. എന്താ മാലിനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരാളുടെ അവസ്ഥ അറിഞ്ഞു വേണ്ടേ സംസാരിക്കാൻ? മനുഷ്യനായ ഒരല്പം ദയൊക്കെ കാണിക്കണം കേട്ടോ. മാലിനി MK മാസ്റ്റർ ഇവിടെ തന്നെ നിക്കട്ടെ. അസുഖം മാറുന്നവരെ മാസ്റ്ററിനെ നമുക്ക് നോക്കാന്നേ. മഴ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയാൻ വരണ്ട. സുന്ദര ചേച്ചി, പറഞ്ഞുവിടെ ഇയാളെ. നോക്കുമെങ്ങളെ, ഇതിനിടയ്ക്ക് ഒരു അഭിപ്രായം പറയണ്ടെന്ന് കരുതിയിരുന്നതാ ഞാൻ. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതുപോലൊരു തന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നീയായിട്ട് വേണം ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കല്ലേ വിനീതെ. ഇവൻ വെറുതെ തമാശയ്ക്ക് ഒരു മുറിവുണ്ടാക്കി വന്നിരിക്കുന്നൊന്നുമല്ല. ഈ നിൽക്കുന്ന മഴമോളെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനിടയിലാ അവൻ ഈ പരുക്ക് പറ്റിയത്. ഇവനെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്നെ പോലെ നിങ്ങൾക്കും ഉണ്ട്. ഓരോരുത്തരായി ഇറങ്ങി പോകാനും ഇറക്കി വിടാനും പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം, ഈ പറയുന്നത് ശരിയാണോ എന്ന്. എനിക്ക് വേറെ ആരുടെ അഭിപ്രായം ചോദിക്കാനോ അറിയാനോ താല്പര്യമില്ല. സുന്ദരി, നീ പറ, നിന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയാ ഇവൻ ഈ അവസ്ഥയിലായത്. ഇവനെ ഇവിടുന്ന് ഇറക്കി വിടണോ വേണ്ടയോ? മറുപടി പറ. നിന്റെ മറുപടിയാ എനിക്ക് കേൾക്കേണ്ടത്. നിന്റെ വീടാ ഇത്. പറ, ഇവനെ ഇറക്കി വിടണോ വേണ്ടയോ? അമ്മൂട്ടി, ഈ മാസ്റ്റർ പാവോ അമ്മൂട്ടി. മാസ്റ്ററിന്റെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. മാസ്റ്ററിന്റെ അസുഖം മാറുന്നവരെ ഇവിടെ നിൽക്കട്ടെ അമ്മൂട്ടി, പ്ലീസ് അമ്മൂട്ടി. ഇങ്ങോട്ട് നോക്ക. ദേ മഴേ, മിണ്ടാതെ നിന്നോണം നീ. വലിയവര് സംസാരിക്കുന്നതിനിടയിൽ നീ കയറി അഭിപ്രായം പറയണ്ട, കേട്ടല്ലോ.
ഞാൻ അഭിപ്രായം പറഞ്ഞത് എന്റെ അമ്മൂട്ടിയോടാ. അച്ഛൻ അതിൽ ഇടപെടണ്ട. നീ പറ സുന്ദരി, എന്താ വേണ്ടത്? കാർത്തി ഇവിടുന്ന് ഇറക്കി വിടണോ? ഇറക്കി വിടണോന്നൊരു വാക്ക് പറഞ്ഞ നീ മെനക്കെടണ്ട, ഞാൻ ഇറക്കി വിട്ടോളാം. ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ഭ്രാന്ത സുന്ദരി നീ പറയുന്നേ? നല്ലപോലെ ആലോചിച്ചിട്ടാണോ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ദേ, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വയ്ക്കല്ലേ, പറഞ്ഞേക്കാം. ഒരു കാര്യം ചെയ്യും, ഇവനെ ഇവന്റെ വീട്ടിൽ തന്നെ നിക്കട്ടെ. ഇവനെ നോക്കാൻ ശമ്പളത്തിന് നമുക്കൊരാളെ നിർത്തി കൊടുക്കാം. അല്ലാതെ ഇവനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണോ? ഇനി ലക്ഷ്മിക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തോണ്ടാണെങ്കിൽ ഒരു വേലക്കാരിയെ കൂടി വെച്ചു കൊടുക്കാം. അത്രയൊക്കെ പോരെ, അല്ലാതെ എന്തുവാ ചെയ്യേണ്ടത്? അച്ഛമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഇപ്പൊ തന്നെ ഇയാൾ ഇവിടുന്ന് പറഞ്ഞുവിട് ചേച്ചി. എന്നിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. സുന്ദരി സമ്മതിച്ചാ പോലും ഈ പെണ്ണ് സമ്മതിക്കാത്ത ലക്ഷണമാണല്ലോ. എന്ത് ചെയ്യൂ ഇനി? ഞാൻ പറയുന്നത് എല്ലാവരും തൽക്കാലം മനസ്സിലാക്കിയേ പറ്റൂ. ഇയാൾക്ക് പരുക്ക് പറ്റിയത് മഴമൂളെ രക്ഷിക്കുന്നതിനിടയില. അതിന്റെ ബാധ്യത നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. ഇപ്പൊ അയാൾ ആവശ്യപ്പെടുന്നത് ഈ വീട്ടിൽ നിൽക്കണമെന്നാ. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അസുഖം ഭേദമാവുന്നതുവരെ അയാൾ ഇവിടെ നിന്നോട്ടെ. സുന്ദരി, ആവശ്യമില്ലാത്ത ഓരോന്ന് കയറി നീ തീരുമാനിക്കല്ലേ. അച്ഛമ്മ, ഞാൻ കാര്യം പറഞ്ഞു. സുന്ദരി ചേച്ചി, ഇതെന്താ ഇങ്ങനെയൊക്കെ? മാലിനി, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഒന്ന് സമാധാനപ്പെട്. അസുഖം ഭേദമായ ഉടൻ പൊയ്ക്കോളൂ അയാള്. സുന്ദരി ചേച്ചി എടുക്കുന്ന ഏത് തീരുമാനവും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ തുറന്നു പറയുക, ഇതൊട്ടും ശരിയായില്ല. വലിയ തെറ്റാ ചേച്ചി ചെയ്യുന്നേ. അതിന് അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും. എന്തായാലും നീ ആഗ്രഹിച്ച പോലെ സാധിച്ചെടുത്തല്ലോ. ഇനി ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക എന്ന് വെച്ചാ അതൊക്കെ ആയിക്കോ. ഒന്നിലും ഞാൻ ഇടപെടാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല അമ്മ, ഇതൊന്നും വേണ്ടെന്ന്. നീ സമാധാനമായിട്ടിരിക്കെ. ആദ്യം ഇങ്ങനെ കുറെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. എല്ലാം നേരെ ആയിക്കോളും. ഇതുപോലൊരു അവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ സുന്ദരിയുടെ വീട്ടിലേക്ക് കയറിപ്പറ്റി. ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. ഇനി കാർത്തിക്കിന്റെ കളികൾ സുന്ദരി മേഡത്തിന്റെ വീട്ടിനുള്ളിൽ നിന്ന് തുടങ്ങുക. മോൻ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. അക്കാഡമിയുടെ ചില മെയിലുകൾ അയക്കായിരുന്നു. അല്ല, എന്തു പറ്റിയമ്മ? ഞാൻ ഫംഗ്ഷന്റെ കാര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കാന്ന് കരുതി. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ?
എന്ത് പറ്റി മോനെ, മറന്നുപോയോ? ജൂൺ 19 ഈ വരുന്ന ബുധനാഴ്ചയല്ലേ? അത് ഞാൻ മറക്കും അമ്മ. എന്റെ ദേവിയുടെ പിറന്നാൾ ദിനമല്ലെന്ന്. ഇത്തവണ ഡേറ്റിൽ തന്നെയാ നക്ഷത്രവും വന്നിരിക്കുന്നത്. മിഥുന മാസത്തിലെ വിശാഖ നക്ഷത്രം. സത്യം പറഞ്ഞാൽ എന്റെ മോളുടെ പിറന്നാള് കേക്ക് മുറിച്ചും സദ്യ ഒരുക്കിയും ഒക്കെ ആഘോഷിച്ചു തുടങ്ങിയത് നീ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. അവളുടെ അവസാന പിറന്നാളും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ആഘോഷിച്ചത്? ദേവി ഇല്ലാതെ എന്ത് പിറന്നാള്? അതുകൊണ്ടാ ഞാൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നത്. അങ്ങനെ ചിന്തിക്കണ്ട മോനെ. അവള് പോയെങ്കിലും അവളുടെ ആത്മാവ് നമ്മളോടൊപ്പം ഇവിടൊക്കെ തന്നെയുണ്ട്. നമ്മൾ സന്തോഷിക്കുന്നത് കാണാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരിക്കും.